ഹായ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 2022 നടന്ന +2 ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിന്റെ സ്റ്റേജ് 1 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. കാറ്റഗറി നമ്പർ 80/2022. ഒന്നാമത്തെ ചോദ്യം നോക്കാം. അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ഏത്? അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ഏത്? ഓപ്ഷൻ ഡി മൈത്രി. ആൻസർ ഓപ്ഷൻ ഡി മൈത്രിയാണ് അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം. അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ആദ്യ ഗവേഷണ കേന്ദ്രം ദക്ഷിണ ഗംഗോത്രിയാണ്. 1983 സ്ഥാപിക്കുന്നത്. അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ആദ്യ ഗവേഷണ കേന്ദ്രമാണ് ദക്ഷിണ ഗംഗോത്രി. രണ്ടാമത്തതായിരുന്നു മൈത്രി. മൂന്നാമത്തതാണ് ഭാരതി. അപ്പൊ ആദ്യത്തേത് ദക്ഷിണ ഗംഗോത്രി, രണ്ടാമത്തേത് മൈത്രി, മൂന്നാമത്തേത് ഭാരതി. അതുപോലെ ആർട്ടിക് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രമാണ് ഹിമാദ്രി. ആർട്ടിക് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രമാണ് ഹിമാദ്രി. രണ്ടാമത്തെ ചോദ്യം നോക്കാം. കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ സി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് കോമൺ സെൻസ് എന്ന ലഘുലേഖ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യമായിരുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത്. ഈ മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ജെയിംസ് ഓട്ടിസ് ആണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ മുദ്രാവാക്യം ജെയിംസ് ഓട്ടിസിന്റേതാണ്. അതുപോലെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്നൊരു സംഭവമാണ് 1773 ഡിസംബർ 16 നടന്ന ബോസ്റ്റൺ ടീ പാർട്ടി. 1773 ഡിസംബർ 16 നടന്ന ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്നൊരു സംഭവമാണ്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ജാലിയൻ വാലാബാഗ് സംഭവത്തിന് കാരണമായ കരിനിയമം. ജാലിയൻ വാലാബാഗ് സംഭവത്തിന് കാരണമായ കരിനിയമം റൗലറ്റ് നിയമമാണ്. ആൻസർ ഓപ്ഷൻ എ റൗലറ്റ് നിയമം. ഈ റൗലറ്റ് നിയമത്തെ കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. 1919 റൗലറ്റ് നിയമം നിലവിൽ വരുന്നത്. റൗലറ്റ് നിയമത്തെ പിന്തുണച്ച ഇന്ത്യക്കാരനാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ഒന്നുകൂടെ പറയാം. 1919 റൗലറ്റ് നിയമം നിലവിൽ വരുന്നത്. റൗലറ്റ് നിയമത്തെ കരിനിയമം എന്ന് വിശേഷിപ്പിക്കുന്നത് ഗാന്ധിജിയാണ്. റൗലറ്റ് നിയമത്തെ പിന്തുണച്ച ഇന്ത്യക്കാരനാണ് സി ശങ്കരൻ നായർ അഥവാ ചേറ്റൂർ ശങ്കരൻ നായർ. നാലാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏത് നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി നുബ്ര. നുബ്ര ഉത്ഭവിക്കുന്നത് സിയാച്ചിൻ ഹിമാനിയിൽ നിന്നാണ്. സിന്ധുവിന്റെ പോഷക നദിയായ ഷ്യോക്ക് നദിയിലാണ് നുബ്ര നദി പതിക്കുന്നത്. നുബ്ര നദിയുടെ പതനസ്ഥാനം സിന്ധുവിന്റെ പോഷക നദിയായ ഷ്യോക്ക് നദിയിൽ. അഞ്ചാമത്തെ ചോദ്യം. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ ഡി പശ്ചിമ ബംഗാളിലാണ്. ഈ ഡംഡം വിമാനത്താവളം എന്നറിയപ്പെടുന്നതും നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളമാണ്. ഡംഡം വിമാനത്താവളം എന്നറിയപ്പെടുന്നതും നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളമാണ്. അത് പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആറാമത്തെ ചോദ്യം. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ഗൗരി പാർവതി ഭായ്. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷം 1817. ഗൗരി പാർവതി ഭായ് ആണ് ഈ വിളംബരം പുറപ്പെടുവിക്കുന്നത് 1817. തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരിയാണ് ഈ ഗൗരി പാർവതി ഭായ്. തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരിയായിരുന്നു ഗൗരി പാർവതി ഭായ്. ഏഴാമത്തെ ചോദ്യം നോക്കാം. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്. ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്ര രൂപീകൃതമായത് 1953 ഒക്ടോബർ 1 ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്ര രൂപീകൃതമായത് എന്നാണ്? 1953 ഒക്ടോബർ 1.
സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപം കൊണ്ടതെന്ന 1953. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപം കൊണ്ടത് 1953. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന നടന്നത് ചോദിച്ചാൽ അത് 1956 നവംബർ 1. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന നടന്നത് 1956 നവംബർ 1. 56 നവംബർ 1 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വരുന്നത്. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകരിച്ചു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാനായിരുന്നു ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാനായിരുന്നു ഫസൽ അലി. സർദാർ KM പണിക്കരും HN കുൻസ്രുവുമായിരുന്നു മറ്റംഗങ്ങൾ. അപ്പൊ മറ്റംഗങ്ങൾ ആരൊക്കെയായിരുന്നു? സർദാർ KM പണിക്കരും HN കുൻസ്രുവും. 8ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റീരിയോസ്കോപ്പ്? താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റീരിയോസ്കോപ്പ്? ആൻസർ ഓപ്ഷൻ ബി, വിദൂര സംവേദനം. സ്റ്റീരിയോസ്കോപ്പ് വിദൂര സംവേദനവുമായി ബന്ധപ്പെട്ടതാണ്. 9ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശം ഏത്? ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശം ബാബ ബുദാൻ. ആൻസർ ഓപ്ഷൻ സി, ബാബ ബുദാനിലാണ് ഇന്ത്യയിൽ ആദ്യം കാപ്പി കൃഷി ആരംഭിക്കുന്നത്. ഒരു ഉഷ്ണമേഖലാ തോട്ടവിളയാണ് കാപ്പി. ഒരു ഉഷ്ണമേഖലാ തോട്ടവിളയാണ് കാപ്പി. മിതമായ താപനിലയും ഉയർന്ന വർഷപാതവുമാണ് കാപ്പി കൃഷിക്ക് ആവശ്യമായിട്ടുള്ളത്. മിതമായ താപനിലയും ഉയർന്ന വർഷപാതവുമാണ് കാപ്പി കൃഷിക്ക് ആവശ്യം. കാപ്പി ഉൽപാദനത്തിന് മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാ? കാപ്പി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ബ്രസീലാണ്. കാപ്പി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാ? അത് കർണാടകയാണ്. ഇന്ത്യയിൽ കാപ്പി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് കർണാടകയാണ്. അപ്പൊ കേരളത്തിലോ? കേരളത്തിൽ കാപ്പി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് വയനാട് ജില്ലയാണ്. കാപ്പി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ബ്രസീല്. ഇന്ത്യയിലാണെങ്കിൽ അത് കർണാടക, കേരളത്തിലാണെങ്കിൽ വയനാട്. 10ാമത്തെ ചോദ്യം നോക്കാം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ഇവരിൽ ആരായിരുന്നു? നമ്മൾ ഇച്ചിരി മുമ്പേ പറഞ്ഞതേ ഉള്ളൂ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം തന്നിരിക്കുന്നതിൽ സർദാർ KM പണിക്കർ. ആൻസർ ഓപ്ഷൻ എ, KM പണിക്കര്. ഫസൽ അലി ചെയർമാനും സർദാർ KM പണിക്കരും HN കുൻസ്രുവുമായിരുന്നു മറ്റ് അംഗങ്ങളും. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത ആദ്യ മലയാളി ആരാന്നറിയാവോ? രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത ആദ്യ മലയാളി അത് KM പണിക്കരാണ്. സർദാർ KM പണിക്കരാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതും സർദാർ KM പണിക്കരാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതും സർദാർ KM പണിക്കരാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി. ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി അത് FPTP സമ്പ്രദായമാണ്. ആൻസർ ഓപ്ഷൻ എ, FPTP സമ്പ്രദായം. എന്റെ ഫുൾ ഫോം ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. എന്താണ് FPTP? ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. ഈ FPTP വ്യവസ്ഥ ഇന്ത്യ കടം കൊണ്ടത് ബ്രിട്ടനിൽ നിന്നാണ്. ഈ വ്യവസ്ഥ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. ആൻസർ ഓപ്ഷൻ സി, സുകുമാർ സെൻ ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്നാ? അത് 1950 ജനുവരി 25. 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഈ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 324. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 324. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത അത് VS രമാദേവിയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിതയാണ് VS രമാദേവി. ഏറ്റവും കുറച്ചു കാലം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന വ്യക്തിയും VS രമാദേവിയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന വ്യക്തി ആരാ? അത് കല്യാൺ സുന്ദരമാണ്. ഏറ്റവും കൂടുതൽ കാലം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന വ്യക്തിയാണ് കല്യാൺ സുന്ദരം.
മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി ആരാന്നറിയാമോ? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി TN ശേഷനാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി TN ശേഷനാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏത്? 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന. ആൻസർ ഓപ്ഷൻ എ MKSS. എന്താണ് MKSS? മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. അരുണ റോയ് സ്ഥാപിച്ച മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. രാജസ്ഥാനിലാണ് ഇത് വരുന്നത്. ഈ MKSS ആണ് വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന. വിവരാവകാശ നിയമം 2005 ജൂൺ 15 പാർലമെന്റ് പാസാക്കി. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് 2005 ജൂൺ 15. നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മീസോ നാഷണൽ ഫ്രണ്ട് അഥവാ MNF അതിന്റെ സ്ഥാപകൻ. മീസോ നാഷണൽ ഫ്രണ്ടിന്റെ സ്ഥാപകൻ. ആൻസർ ഓപ്ഷൻ ഡി ലാൽ ഡെങ്ക. മീസോ നാഷണൽ ഫ്രണ്ടിന്റെ സ്ഥാപകനാണ് ലാൽ ഡെങ്ക. മിസോറാമിലെ ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് മീസോ നാഷണൽ ഫ്രണ്ട്. മിസോറാമിലെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് ഈ മീസോ നാഷണൽ ഫ്രണ്ട്. 1961 ഇത് സ്ഥാപിച്ചത്. 1961 ഇത് സ്ഥാപിച്ചത്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏത് ലക്ഷ്യം കൈവരിക്കാനാണ് 2003 വൈദ്യുതി നിയമം പ്രധാനമായും ലക്ഷ്യമിട്ടത്? ഏത് ലക്ഷ്യം കൈവരിക്കാനാണ് 2003 വൈദ്യുതി നിയമം പ്രധാനമായും ലക്ഷ്യമിട്ടത്? ആൻസർ ഓപ്ഷൻ ബി ആണ് പുനരുപയോഗ യോഗ്യമായ ഊർജത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. ഓപ്ഷൻ ബി പുനരുപയോഗ യോഗ്യമായ ഊർജത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു 2003 വൈദ്യുതി നിയമം പ്രധാനമായും ലക്ഷ്യമിട്ടത്. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേശവാനന്ദ ഭാരതി കേസിൽ ചില തത്വങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. താഴെ പറയുന്നവയിൽ അടിസ്ഥാന പ്രമാണങ്ങളായി അംഗീകരിക്കപ്പെട്ട തത്വങ്ങളേവ? ഒന്നുകൂടെ വായിക്കാം. കേശവാനന്ദ ഭാരതി കേസിൽ ചില തത്വങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. താഴെ പറയുന്നവയിൽ അടിസ്ഥാന പ്രമാണങ്ങളായി അംഗീകരിക്കപ്പെട്ട തത്വങ്ങളേവ? 1 ജനാധിപത്യം, 2 മതേതരത്വം, 3 റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെന്റ്. ഈ പറഞ്ഞിരിക്കുന്ന 3 ശരിയായിട്ടുള്ള ആൻസർ ആണ്. ആൻസർ ഓപ്ഷൻ ഡി മേൽ പറഞ്ഞവയെല്ലാം. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് പ്രസ്താവിച്ച കേസാണ് 1973 കേശവാനന്ദ ഭാരതി കേസ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ആമുഖത്തിൽ വരുന്ന കാര്യങ്ങളാണ് ജനാധിപത്യം, മതേതരത്വം, റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെന്റ് ഒക്കെ. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതുപോലെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ഭേദഗതിയിലൂടെ മാറ്റം വരുത്താൻ കഴിയില്ല എന്ന് പ്രസ്താവിച്ചതും ഈ 1973 കേശവാനന്ദ ഭാരതി കേസിലാണ്. എന്താണ്? ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ഭേദഗതിയിലൂടെ മാറ്റം വരുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞതും 1973 കേശവാനന്ദ ഭാരതി കേസിലാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൗലികാവകാശ സംരക്ഷണത്തിനായി റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? മൗലികാവകാശ സംരക്ഷണത്തിനായിട്ട് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഇവിടെ ഹൈക്കോടതിയുടെയാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി 226. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ടുകൾ. ഈ റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. റിട്ട് എന്ന ആശയം കടമെടുത്തിരിക്കുന്ന എവിടുന്ന? ബ്രിട്ടനിൽ നിന്ന്. അതുപോലെ സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് എന്താ? ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്
ആർട്ടിക്കിൾ 32 പ്രകാരവും ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരവുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ അനുച്ഛേദം. ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ നോക്കിയ മിക്ക ചോദ്യ പേപ്പറിലും ഈ സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടന അനുച്ഛേദം ഓപ്ഷൻ സി ആർട്ടിക്കിൾ 32. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ ആർട്ടിക്കിൾ 32നെ കുറിച്ച്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങൾ ഏവ? താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങൾ ഏവ? 1 വിദ്യാഭ്യാസം, 2 ജയിൽ, 3 വനം, 4 ബാങ്കിങ്. 1 വിദ്യാഭ്യാസം, 2 ജയിൽ, 3 വനം, 4 ബാങ്കിങ്. കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ വിദ്യാഭ്യാസവും വനവും കൺകറന്റ് ലിസ്റ്റിലാണ് പെടുന്നത്. ആൻസർ ഓപ്ഷൻ സി 1ഉം 3ഉം. അപ്പൊ ജയിൽ ഏതിലാ വരുന്നേ? അത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. ബാങ്കിങ്ങോ? അത് യൂണിയൻ ലിസ്റ്റിലും. ഇതില് ജയിൽ സ്റ്റേറ്റ് ലിസ്റ്റിലും ബാങ്കിങ് യൂണിയൻ ലിസ്റ്റിലുമാണ് വരുന്നത്. വിദ്യാഭ്യാസവും വനവും കൺകറന്റ് ലിസ്റ്റിലും. ഭരണഘടനയിലെ പട്ടിക 7ലാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് കേട്ടോ. ഭരണഘടനയിലെ പട്ടിക 7ലാണ് ഈ ലിസ്റ്റുകളെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നത്. നമുക്ക് 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1989 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏത്? 1989 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏത്? ഇതും ഈ അടുത്ത ക്വസ്റ്റ്യൻസിൽ കുറെ ചോദിച്ചിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ എ PK തുങ്കൻ കമ്മിറ്റി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ RBIയുടെ നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1 സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കുറക്കുന്നതിനായി ഗവൺമെന്റ് ബോണ്ടുകൾ കമ്പോളത്തിൽ വിൽക്കും. 2 സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കൂട്ടണമെങ്കിൽ ബാങ്ക് റേറ്റ് കൂട്ടണം. 3 സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കൂട്ടേണ്ടി വരുമ്പോൾ കമ്പോളത്തിൽ നിന്ന് ഗവൺമെന്റ് ബോണ്ടുകൾ വാങ്ങും. പണനയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതില് 1ാമത്തെയും 3ാമത്തെയും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി 1ഉം 3ഉം മാത്രം. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കുറയ്ക്കുന്നതിനായിട്ട് ഗവൺമെന്റ് ബോണ്ടുകൾ കമ്പോളത്തിൽ വിൽക്കും. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കൂട്ടേണ്ടി വരുമ്പോൾ കമ്പോളത്തിൽ നിന്ന് ഗവൺമെന്റ് ബോണ്ടുകൾ വാങ്ങും. അത് 2 സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുത അല്ലെങ്കിൽ വസ്തുതകൾ ഏതെല്ലാം? ധനനയവുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതയാണ് ചോദിച്ചേക്കുന്നത്. എ പണപ്പെരുപ്പമുള്ളപ്പോൾ ഗവൺമെന്റ് ചെലവുകൾ കൂട്ടുന്നു. ബി പണച്ചുരുക്കമുള്ളപ്പോൾ നികുതി നിരക്കുകൾ കുറയ്ക്കുന്നു. സി പണപ്പെരുപ്പമുള്ളപ്പോൾ ഗവൺമെന്റ് കടം വാങ്ങുന്നത് കുറയ്ക്കുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് തെറ്റായതാണ്. അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന എ ആണ് തെറ്റായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി എ മാത്രം. പണപ്പെരുപ്പമുള്ളപ്പോൾ ഗവൺമെന്റ് ചെലവുകൾ കൂട്ടുന്നു എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കൂട്ടുകയല്ല, ചെലവുകൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ശരിയായ ജോഡികൾ കണ്ടെത്തുക. 1 ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ നയം. ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ നയം ആനുപാതിക നികുതി. 2 മൊത്തം ധനകമ്മി ഈക്വൽ ടു മൊത്തം ചെലവ് മൈനസ് വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനം. 3 നീതി ആയോഗ് ആസൂത്രണ സമിതിയുടെ പിൻഗാമി. ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന 3ഉം ശരിയായിട്ടുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി 1ഉം 2ഉം 3ഉം. ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ നയം ആനുപാതിക നികുതി. മൊത്തം ധനക്കമ്മി ഈക്വൽ ടു മൊത്തം ചെലവ് മൈനസ് വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനം. നീതി ആയോഗ് ആസൂത്രണ സമിതിയുടെ പിൻഗാമി. 3ഉം ശരിയായിട്ടുള്ളതാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ.
ഇന്ത്യൻ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ഇന്ത്യൻ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ആൻസർ ഓപ്ഷൻ സി. എന്താണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ? ഇന്ത്യയെ പോലുള്ള വികസ്വര സമ്പദ് വ്യവസ്ഥയിലെ കാർഷിക മേഖലയിൽ കാണുന്ന ഒരു പ്രത്യേകതരം തൊഴിലില്ലായ്മയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ഇന്ത്യയെ പോലുള്ള വികസ്വര സമ്പദ് വ്യവസ്ഥയിലെ കാർഷിക മേഖലയിൽ കാണുന്ന പ്രത്യേകതരം തൊഴിലില്ലായ്മയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ. അതായത് ആവശ്യമായതിനേക്കാൾ ഏറെ ആളുകൾ തൊഴിലിൽ നിയോഗിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ. ആവശ്യമായതിനേക്കാൾ ഏറെ ആളുകൾ തൊഴിലിൽ നിയോഗിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഈ പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വർഷമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ആൻസർ ഓപ്ഷൻ എ. പഴയത് ജൂലൈ 1 മുതൽ ജൂൺ 30 വരെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ ആക്കിയിട്ടുണ്ട്. ഹിൽട്ടണിയൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ശുപാർശ പ്രകാരമാണ് 1935 ഏപ്രിൽ 1 RBI രൂപീകരിക്കുന്നത്. ഏതാണ് കമ്മീഷൻ? ഹിൽട്ടണിയൻ കമ്മീഷൻ 1935 ഏപ്രിൽ 1 രൂപീകരിക്കുന്നത്. 1949 ജനുവരി 1 RBI ദേശസൽക്കരിച്ചു. 1949 ജനുവരി 1 RBI ദേശസൽക്കരിച്ചു. ബാങ്കുകളുടെ ബാങ്ക് എന്നും ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കും എന്നൊക്കെ അറിയപ്പെടുന്നത് RBI ആണ്. എങ്ങനെയൊക്കെ അറിയപ്പെടുന്നത്? ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. അതുപോലെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നിപ്പോ നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയിട്ടുള്ളത്. ബാക്കി 25 ക്വസ്റ്റ്യൻ കൂടെയുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.